ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിനകത്താണ്. ഇവിടെ 10 കോടി ചിലവ് നിർമ്മിച്ചിട്ടുള്ള മറൈൻ വേൾഡും പിന്നെ എക്സിബിഷനും ഇതെല്ലാം കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കടലിനടിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാതരം മത്സ്യങ്ങളും സ്കൂബ ഡൈവിങ്ങും പിന്നെ മത്സ്യകന്യകയും പിന്നെ എക്സിബിഷനും ഇതെല്ലാം കൂടി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നമുക്കിവിടെ നടക്കുന്നത്, സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് 150 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് നേരെ അതിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ, അതായത് വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ 1 മണി മുതൽ രാത്രി 10 മണി വരെയും, ഹോളിഡേയ്സ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ് പ്രവേശന സമയം. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇവിടെ ഒരേ റേറ്റാണ്, 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിനകത്തേക്ക് കയറാം. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മറൈൻ വേൾഡ് ഇൻ ദി സീ ബൈ DQF എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബോർഡൊക്കെ കണ്ട് നമുക്ക് കുറച്ച് അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള അക്വേറിയം ടൈപ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, നല്ല വീതിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യങ്ങളാണ് നമുക്ക് ഓരോ അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലായിട്ടുള്ള ഒരു കടലിനകത്ത് നമുക്ക് കടലിനടിയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. നമുക്ക് ഈ മസാലയൊക്കെ കെട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനല്ലേ നമുക്ക് അറിയത്തുള്ളൂ, നമുക്കത് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും കാണാൻ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ക്ലാസ്സിന് താഴെയായിട്ട് നമുക്ക് ഈ മീനിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പക്ഷേ ഒരുപാട് മത്സ്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇത് പോസിബിൾ അല്ലാതിരിക്കുന്നത്. നല്ല കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ, നല്ല വീതിയുള്ള അക്വേറിയം ടൈപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് ആ ഓരോ അക്വേറിയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ നമുക്ക് ഫസ്റ്റ് കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് ഒരു 1-2 അക്വേറിയത്തിൻ്റെ കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒക്കെ കാണാൻ സാധിക്കും. ഒരു അടിപൊളി ഒരു 10-15 മിനിറ്റോളം അവിടെ കിടന്ന് മീനിൻ്റെ ഇടയിലൂടെ ആ ഒരു ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനൊക്കെ. ഒരുപാട് ചെറിയ പിള്ളേരാണ് കേട്ടോ കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്, നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട്. പിന്നെ കുറേ ചെറിയ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഒരുപാട് മത്സ്യങ്ങളുടെ പേരും അറിയുന്നുണ്ട്. അവന്മാരൊക്കെ താഴെ കിടന്നെന്ന് പറയുന്നുണ്ടായിരുന്നു, ആ മീനാണ് ഈ മീനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കിതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് മീനിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല കാഴ്ചകളാണ്. വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും ഒരുപാട് ആളുകളാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 150 രൂപയ്ക്ക് എന്തുകൊണ്ട് വർത്തായിട്ടുള്ള അടിപൊളി കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഫുള്ളി എയർ കണ്ടീഷനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം നിന്നാലും സമയം പോകുന്നത് അറിയത്തില്ല. ഏകദേശം ഒരു 3 മണി 4 മണിക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ചിൽഡ്രൻസിന് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഓപ്പൺ ആവുന്നത് ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടോ പ്ലേ ഏരിയ ഒക്കെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭയങ്കര രസമാണ്. അപ്പോൾ മാർച്ച് 17-ാം തീയതി വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സമയമുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നേരെ കയറി വന്നോ പാലക്കാട്ടിലേക്ക്. അടിപൊളി കാഴ്ചകളാണ്. ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫി ഒക്കെ കാണുന്ന സമയത്ത് കാണുന്ന തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത ടൈപ്പിലൊക്കെ ഉള്ള വ്യത്യസ്ത മത്സ്യങ്ങളെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്കൂബ ഡൈവ് ചെയ്യുന്നവരിങ്ങനെ വരും, അവരിങ്ങനെ ബബിൾസ് ഒക്കെ ഉണ്ടാക്കി ആളുകളൊക്കെ എൻഗേജ് ചെയ്ത് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ ഒരു വല്ലാത്ത ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമുക്കിതൊക്കെ. ചില അക്വേറിയങ്ങളിലൊക്കെ വ്യത്യസ്ത സൈസിലും വ്യത്യസ്ത ടൈപ്പിലുള്ള മീനുകളൊക്കെ നമുക്ക് അക്വേറിയത്തിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം ഒരേ സൈസിലും ഒരേ കളറിലും അങ്ങനെയുള്ള മീനുകളാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ കൂടുതലും മീനുകളൊക്കെ ഈ ഓക്സിജൻ്റെ പൈപ്പ് വരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതൽ നിൽക്കുന്നുണ്ടാവുക, കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത്രയും വലിയൊരു അക്വേറിയത്തിനകത്ത് ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ പിന്നെ വീണ്ടും രണ്ടാമത് പോകുന്നത് ഒരു ആർക്ക് ടൈപ്പിലുള്ള ഗ്ലാസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള അതിനകത്തോടെയാണ്. അതായത് നമുക്ക് സൈഡിലും തലയുടെ മുകളിലും ഒക്കെ കൂടി വലിയ ഷാർക്ക് ടൈപ്പിലുള്ള മത്സ്യങ്ങളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ.
നമ്മൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു 360 സെൽഫി മെഷീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്, ഇതിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഈ മെഷീൻസ് നമ്മളിപ്പോൾ ഒരുപാട് എക്സിബിഷനിലും മാളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മെഷീൻ കാണാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെഷീനാണ്. ഇപ്പോൾ നമ്മളിതിലിവിടെ ക്യാമറ ഓണാക്കിയിട്ട് നമ്മുടെ മെഷീനിൽ നമ്മുടെ മൊബൈലിലെ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ ക്യാമറ കറങ്ങിയിട്ട് ആ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി കാഴ്ചയാണ്. ഒരു 10 മിനിറ്റിന് നമുക്ക് ഏകദേശം 50 രൂപയാണ് കേട്ടോ ചാർജസ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഐസ്ക്രീം സ്റ്റാളുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു മറ്റേ കൊട്ടാരം പോലത്തെ ഒരു സംഭവം ആ വെള്ളത്തിനടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വല്ലാത്തൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അത് അടിപൊളി വിഷ്വൽസ്. അതിനകത്ത് കുറേ മീനുകളും ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്തത് പോകുന്നത് മറൈൻ വേൾഡിൻ്റെ അവസാനത്തെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒരു മത്സ്യകന്യാല പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ലേഡീസാണ് ചെയ്യുന്നത്. 2 അക്വേറിയം പോലുള്ളതിനകത്താണ് ഇവരുടെ പ്രകടനം നടത്തുന്നത്. ഒരു 10 മിനിറ്റോളം ഇവർ വെള്ളത്തിനടിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്യും, സ്മൈൽ ചെയ്യും, ഇവരുടെ പ്രകടനങ്ങൾ നടത്തുകയും മത്സ്യകന്യ പോലെ പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവർ ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർ ബ്രീത്തിങ്ങൊക്കെ പിടിച്ചതിന് ശേഷം ശ്വാസമൊക്കെ പിടിച്ചിട്ടാണ് ഇവർ വെള്ളത്തിനകത്ത് ഈ പ്രകടനമൊക്കെ നടത്തുന്നത്. വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് കേട്ടോ ഇത്ര നേരമൊക്കെ നമുക്ക് വെള്ളത്തിനടിയിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളങ്ങനെ മറൈൻ വേൾഡിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് എക്സിബിഷനകത്താണ് കേട്ടോ. എക്സിബിഷനകത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നല്ല കാഴ്ചകളുമാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സമ്മറൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു എയർ കൂളറും പിന്നെ വാക്യൂം ക്ലീനർ, ഫർണിച്ചർ, ചപ്പാത്തി മേക്കർ, പെർഫ്യൂംസ്, ഹൽവ, പിന്നെ മസാല പൗഡേഴ്സ്, പിന്നെ ഒരുപാട് സ്റ്റാളുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് നോക്കി വാങ്ങാം. നമുക്കിതിനകത്ത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങാം. മൂന്ന് ഐറ്റംസ് മിക്സ് ആയിരിക്കും. പപ്പടം, വെളുത്തുള്ളി, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ജീരകം, ഉള്ളി, അയമോദകം, സവാള എല്ലാം കൂടി മിക്സ് ആക്കി. ഇത് വെളുത്തുള്ളിയാണ്. കുറച്ച് എടുത്തോടെ ആഗ്രഹമുണ്ട്. എന്താ സംഭവം? മെന്റലിസം ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ഒരു കിറ്റ് പരിചയപ്പെടുത്തുക. മെന്റലിസം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. എടുക്കാലോ. നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വെച്ചത് തന്നെ. ബ്രോ ഒന്ന് പിടിച്ചാൽ മതി. ഇവിടെ ഒരു കപ്പുണ്ട്, ഒരു പാനുണ്ട്, ഒരു ബാറ്റ് ഉണ്ട്. ബ്രോക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇവിടെ ഒരു കപ്പുണ്ട്, ഒരു പാനുണ്ട്, ഒരു ബാറ്റ് ഉണ്ട്. ഇഷ്ടമുള്ള എടുക്കാം. ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. പാനെ മാറ്റി കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ബാറ്റ് എടുക്കുക. വേണ്ട, ഒരു വട്ടം മാറ്റി ഞാൻ ചാൻസ് തരാണ്. ബ്രോക്ക് വേണമെങ്കിൽ പാനെ മാറ്റി കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ബാറ്റ് എടുക്കുക. കുറച്ച് തീരുമാനം, ഒരു തീരുമാനം എടുത്താൽ പിന്നെ മാറ്റില്ല. കുറച്ച് തീരുമാനം. എനിക്കറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ബ്രോ പാൻ എടുക്കുമെന്ന് പറയാൻ? ഇല്ല, യാതൊരു ചാൻസും ഇല്ല. ബ്രോനെ കൊണ്ട് ഞാൻ പാൻ എടുപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രോ വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ല, ഉറപ്പല്ലേ? ആ പാനും തരുമോ? ആ പേപ്പർ ഒന്ന് കൊടുക്കുമോ? ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. മൈൻഡ് ബ്ലോക്ക് ആക്കി ചെയ്യണേണ്. ഇതുപോലെ 12ഓളം എഫേർട്സ് ഇറങ്ങി വരുന്നതാണ്. നമുക്ക്
അവർ ചൂസ് ചെയ്യണ കാർഡ് ഏതാ റിവീൽ ചെയ്യാം, മനസ്സിലിരിക്കണ പേര് റിവീൽ ചെയ്യാം, ക്രഷ് നെയിമൊക്കെ റിവീൽ ചെയ്യണ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്നേ ഉള്ളൂ. ക്രഷ് നെയിം റിവീൽ ചെയ്യാം, മനസ്സിൽ വിചാരിക്കുന്ന സോങ്സ് റിവീൽ ചെയ്യാം, മനസ്സിൽ വിചാരിക്കുന്ന ഫ്ലവറിൻ്റെ സ്മെല്ല് കൈൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാം. അതുപോലെ ഗ്ലാസ്സൊക്കെ മറിച്ചിടാൻ കണ്ടിട്ടില്ലേ, കൈ കൊണ്ട് ടച്ച് ചെയ്യാതെ. അതുപോലെ 12 എഫക്ട്സ് ചെയ്യാം. 1899 മാർക്കറ്റ് റേറ്റ് വരുന്നത്. 1300 രൂപയൊക്കെ സ്റ്റാളിൽ വെക്കണം. 1600 രൂപയ്ക്കാണ് ഓൺലൈനായിട്ട് സെയിലായി പോണത്. ഇത് കമ്പനി ഡയറക്റ്റ് സെയിൽ ആയതുകൊണ്ട് 1300 രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത്. 12 എഫക്റ്റോളം പഠിക്കാം. 12 എഫക്റ്റ് പഠിപ്പിച്ച് തരുന്നു. 20 എഫക്റ്റോളം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ഓരോ ഐഡിയാസ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോട്ട് വരും, ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാലോ എന്ന്. അങ്ങനെ ഓരോ 20ഓളം എഫക്ട്സ് സ്വന്തമായിട്ട് പഠിക്കാം. 12 എഫക്ട്സ് പഠിപ്പിച്ച് തരും. 1300 രൂപയുള്ളൂ. ഒന്നെടുത്തോ, ഒരു കഴിവ് പഠിച്ചെടുക്കുകയാണ്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മണിക്കൂർ ഷോ ചെയ്യാനുള്ളതുണ്ട്. ഇതുപോലെ സംസാരിച്ച് അവരോട് ഇരിക്കുക. ഒരു മണിക്കൂർ ഷോ ചെയ്യാനുള്ള പാക്കേജാണ്. 1300 രൂപയുള്ളൂ. മെന്റലിസം നമ്മൾ എവിടെ പോയി പഠിക്കും എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ലേ? ഒരു സംശയം ഉണ്ടായിട്ടില്ലേ? മെന്റലിസം വീഡിയോസ് കാണാറുണ്ടല്ലോ, അതൊക്കെ ഇനി ബ്രോക്കൺ ചെയ്യാം. ഒന്നെടുത്തോളൂ. എന്തായാലും നോക്കട്ടെ, ആലോചിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ. ഇനി അതിൽ വിളിച്ചാൽ മതി, നമ്മൾ കൊറിയറായിട്ട് ആൾ വന്നേന്ന് പറയാം. അതേ റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ എക്സിബിഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നീട് പോയത് ഫുഡ് കോർട്ടിനകത്താണ് കേട്ടോ. അവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകളും ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട് നമുക്കതിനകത്ത്. മസാല പപ്പടം, പാനിപൂരി, വ്യത്യസ്ത തരത്തിലുള്ള ദോശകൾ, പിന്നെ ബീഫ് കപ്പ ബിരിയാണി, പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫുഡിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫുഡ് കോർട്ട് ഒരുപാട് വലിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. വലിയൊരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ നമുക്കൊരു 4 മണി 5 മണിക്കൊക്കെ വരുന്നവർക്കൊക്കെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഡിന്നറും കഴിച്ചിട്ട് പോവാം. കിട്ടില്ല. 7 റിംഗ്. എത്ര ഏട്ടാ അത്? 7 റിംഗ് 50. 7 റിംഗ് 50 രൂപ. 7 ചാൻസ് 50. 7 ചാൻസ് 50. ഏഴ് ചാൻസ് ഉണ്ട് കേട്ടോ. 7 ചാൻസിന് 50 രൂപയാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. കൂടുതലും സോപ്പിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. സോപ്പ്, ജ്യൂസ്, ബൂസ്റ്റ്, ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ചിൽഡ്രൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര രീതിയിലാണ് എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഇരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.